കിച്ചൺ എപ്പോഴും വൃത്തിയായിട്ടിരിക്കാൻ കുറച്ച് കാര്യങ്ങൾ ശീലിച്ചാൽ മതി. അത് എന്തൊക്കെയാണെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. കുറച്ച് ടിപ്സും ട്രിക്സും പിന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡെയിലി ചെയ്യേണ്ടതുമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കിച്ചണിലെ ജനലുകൾ എപ്പോഴും തുറന്നിടുക. കാരണം പാചകം ചെയ്യുമ്പോൾ എന്തായാലും സ്മെൽ ഉണ്ടാവും. അതൊരു വല്ലാത്ത നെഗറ്റിവിറ്റിയാണ്. അതുകൊണ്ട് പാചകം ചെയ്യുന്ന സമയത്തൊക്കെ ജനലുകൾ എല്ലാം തുറന്നിടുക. രണ്ടാമത്തെ ടിപ്പാണ് പാത്രങ്ങൾ നമ്മൾ അപ്പോൾ തന്നെ കഴുകി വെക്കുന്നത്. സമയമില്ലാത്തവർ സിങ്കിൽ അതൊക്കെ കൂട്ടി വെക്കും. കിട്ടുന്ന ഗ്യാപ്പിലൊക്കെ അത് കഴുകി സിങ്ക് നല്ല നീറ്റാക്കി വെക്കാൻ ശ്രമിക്കുക. മൂന്നാമത്തെ ടിപ്പ് എന്ന് വെച്ചാൽ ഞാനിവിടെ വേസ്റ്റ് ഇടാൻ വേണ്ടി ഒരു ബാസ്ക്കറ്റ് ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അത് ഡെയിലി ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഉറുമ്പും അണുങ്ങും വരാൻ ചാൻസ് ഉണ്ട്. കൂടാതെ ബാഡ് സ്മെല്ലും വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ വേസ്റ്റ് ബാസ്ക്കറ്റിന്റെ മുകളിലൊക്കെ ഞാൻ ഗ്ലാസ് ക്ലീനർ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഉറുമ്പ് ശല്യമൊന്നും ഉണ്ടാകാറില്ല. നാലാമത്തെ ടിപ്പ് ഗ്യാസ് സ്റ്റൗ ക്ലീൻ ചെയ്യലാണ്. ഞാനിവിടെ ഗ്ലാസ് ക്ലീനർ സ്പ്രേ ചെയ്ത് ടവൽ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാറാണ് പതിവ്. ഗ്ലാസ് ടോപ്പ് സ്റ്റൗവിൽ സ്റ്റീലിന്റെ സ്ക്രബ്ബർ ഉപയോഗിക്കാതെ തുണികൾ ഉപയോഗിച്ച് വൃത്തിയാക്കുക. കാരണം അതിൽ കലകളും പാടുകളും വരാൻ ചാൻസ് ഉണ്ട്. കൂടാതെ ഗ്യാസ് സ്റ്റൗവിന്റെ അടിഭാഗവും ക്ലീൻ ചെയ്ത് വയ്ക്കണം. അഞ്ചാമത്തെ ടിപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്ന മിക്സി. ഞാനിത് ഡെയിലി യൂസ് ചെയ്യാറില്ല. യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തുണി ഉപയോഗിച്ച് തുടച്ച് വൃത്തിയാക്കണം. ഞാൻ ഇതിനും ഗ്ലാസ് ക്ലീനർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. മിക്സിയുടെ വയറും ഒന്ന് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക. ആറാമത്തെ ടിപ്പ് ഡൈനിങ് ടേബിൾ ക്ലീൻ ചെയ്യുക. അതിനും ഞാൻ ഗ്ലാസ് ക്ലീനർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഏഴാമത്തെ ടിപ്പ് നമ്മുടെ കിച്ചണിലെ തട്ടിയിൽ ഒരുപാട് സാധനങ്ങൾ വാരിയിടാതെ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വയ്ക്കുക. കിച്ചണിൽ ഭംഗി നൽകുന്ന അടുത്ത നല്ലൊരു ടിപ്പാണ് ചെടികൾ. ചെടികൾ നമുക്ക് എവിടെ കണ്ടാലും സന്തോഷമാണല്ലേ. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് ബോട്ടിലിൽ വെള്ളം നിറച്ച് അതിൽ ഒരു മണി പ്ലാന്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ പ്ലാസ്റ്റിക് പ്ലാന്റ്സും ഉണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കിച്ചണിൽ നല്ലൊരു ഭംഗിയും മനസ്സിന് നല്ലൊരു സന്തോഷവും തരും. ഒമ്പതാമത്തെ ടിപ്പ് നമ്മൾ പച്ചക്കറിയൊക്കെ അരിയാൻ എടുക്കുന്ന കട്ടിംഗ് ബോർഡും കത്തിയും ഉപയോഗിക്കുന്നതിന് മുന്നേയും അതിനുശേഷവും കഴുകി വൃത്തിയാക്കി വെക്കുക. പത്താമത്തെ ടിപ്പ് പാത്രങ്ങളൊക്കെ കഴുകി കഴിയുമ്പോൾ സിങ്കിൽ എന്തായാലും വൃത്തികേടാവും. അപ്പോൾ സിങ്ക് ഹാൻഡ് വാഷ് ഉപയോഗിച്ചാണ് ഞാനിവിടെ കഴുകി വൃത്തിയാക്കുന്നത്. കൂടാതെ അതിൻ്റെ ടാപ്പും നന്നായി കഴുകി വൃത്തിയാക്കണം. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ അടുക്കളയിലെ പകുതി പണി കഴിഞ്ഞിട്ടുണ്ടാവും. 11ാമത്തെ ടിപ്പ് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ കിട്ടുന്ന പ്ലാസ്റ്റിക് കവറുകളൊക്കെ ഞാൻ ഇതിലാണ് ഇട്ട് വയ്ക്കാറ്. 12ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കിച്ചണിലെ ഫ്ലോറൊക്കെ അടിച്ചു വാരി തുളച്ച് വൃത്തിയാക്കുക. 13ാമത്തെ ടിപ്പ് എന്നത് നമ്മുടെ കിച്ചണിൽ എപ്പോഴും മാറ്റ് വിരിച്ചിടുക എന്നതാണ്. ഞാനിവിടെ സിങ്കിന്റെ അവിടെയും വാഷ് ബേസിന്റെ അവിടെയും കിച്ചണിലേക്ക് കയറുന്നതിന്റെ അവിടെയും പാത്രം വയ്ക്കുന്നതിന്റെ അവിടെയും ഒക്കെയാണ് മാറ്റ് വിരിച്ചിടാറ്. എവിടെയൊക്കെയാണോ വെള്ളം വീഴുന്നത് അവിടെയൊക്കെ നോക്കി വിരിച്ചിടുക. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന കിച്ചണിലെ ടവലുകളൊക്കെ ഒരു പാത്രത്തിൽ ചൂടുവെള്ളം ഒഴിച്ച് അതിൽ സോഡാ പൊടി ഇട്ട് അതിൽ മുക്കി വയ്ക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ടിപ്സ്. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ടിപ്സുകൾക്കും ഡേ മൈ ലൈഫ് വീഡിയോസിനുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി അറിയിക്കുക.